നിങ്ങളെ സ്ഥിതി എന്താ? എവിടെയുള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ സ്ഥലം എവിടെയാ നിങ്ങള്? ചൂടമല ഹൈക്കോടോട്. ഇപ്പൊ നിങ്ങളെല്ലാരും എവിടെയുള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. ആ താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. കേരളത്തെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വാർത്ത പുറം ലോകത്തെ അറിയിച്ച ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ലോകത്തിന് മുഴുവൻ വേദനയായി വൈറലായി മാറിയിരിക്കുകയാണ്. നീതു ജോജോ എന്ന മൂപ്പൻസ് ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവിന്റെ ആ ശബ്ദ സന്ദേശം അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നതിന്റെ വേദന അതൊക്കെ രക്ഷാപ്രവർത്തകരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖത്തിന്റെ ആഘാതം പേറുന്ന വേദന ഉള്ളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ നീതുവിന്റെ ഭർത്താവ് ജോജോയും അവരുടെ ബന്ധുക്കളും മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ജോജോ എന്നോടൊപ്പം ചേരുന്നു. ജോജോ, വളരെ വൈകാരികമായ ഒരു സാഹചര്യമാണ്. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. നിങ്ങൾ 38 പേരെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അപ്പോൾ സംഭവിച്ചത്? അത് ഏകദേശം രാത്രി ഒരു 12:30 കൂടിയിട്ടാണ് മഴ കൂടിയിട്ട് നമ്മളിങ്ങനെ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നത്. അത് കഴിഞ്ഞൊരു 1:15 ആയപ്പോൾ ആദ്യത്തെ ഇത് വന്നു. നമ്മളുടെ പുറകുവശത്തുള്ള വീടുകളൊക്കെ ഏകദേശം പോയി. അപ്പോൾ ആ വീട്ടിലുള്ള ഏകദേശം നമ്മുടെ വീട്ടിലുള്ള 5 പേരടക്കം ഏകദേശം 30-ലധികം ആൾക്കാർ നമ്മളുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ ഒരു വരവ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാതെ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇരിപ്പിലാണ് ഒരു 4 മണി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി പോയതും എല്ലാവരും പല മുറികളിലേക്ക് ഒഴുകിപ്പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ കഴിഞ്ഞ് നേരം വെളുത്ത് ഒരു 5:30 വെളിച്ചം വന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കൂടെയുള്ള ഇങ്ങനെ 5 പേര്, ഈ 30-ലൊരു 5 പേര് മിസ്സായ കാര്യം അറിയുന്നത്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് തിരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെയും മഴ വന്നു, തിരിച്ചു വന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ല, നിങ്ങൾ 30 പേരെ രക്ഷിച്ച മുകളിലേക്ക് ഒരു ഉയർന്ന ഭാഗത്തേക്ക് കയറ്റി നിർത്തിയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകരൊക്കെ ഞങ്ങളോട് പറയുന്നത്. 30 പേര് ആദ്യം നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിലുള്ളവരടക്കം വേറെ വീടുകളിൽ നിന്ന് കയറി വന്ന 30 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു വീടിന്റെ മുകളിലേക്ക്, ടെറസിന്റെ മുകളിലേക്ക് എല്ലാവരെയും കൂടി കയറ്റിയിരുത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ കയറ്റിയിരുത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന 30 പേരിൽ 5 പേര് അതിന് തൊട്ട് മുമ്പുള്ള ഈ ഫ്ലോയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. നീതു എവിടെയായിരുന്നു നിന്നതെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു അപ്പോൾ അല്ലേ? ഇല്ല, നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ നേരം വെളുക്കാൻ വേണ്ടി, ഒരു വെളിച്ചം വീഴാൻ വേണ്ടി നേരം വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കുന്ന ഇരുത്തത്തിലാണ് ഇങ്ങനെ. അപ്പോൾ പിന്നീട് വലിയ ബഹളവും ഒച്ചയൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ ആ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരുന്നോടത്തുനിന്ന് കാല് പൊങ്ങാത്ത രീതിയിലുള്ള ശബ്ദത്തിലാണ് ഈ പാറയും കല്ലൊക്കെ കൂടി വരുന്നത്. അപ്പോൾ അത് ശബ്ദം മാത്രമേ ഉള്ളൂ, ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ പലരും പല റൂമുകളിലേക്ക് പോയി. കൂടുള്ളവർ ഒഴുകി പോകുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും കണ്ടില്ല. കൊച്ചു കയ്യിലുണ്ടായിരുന്നു, കൊച്ചിനെ പിടിച്ച് സേവ് ചെയ്തു. പപ്പയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കട്ടിലുകളും ബെഡും സോഫ സെറ്റിയൊക്കെ പൊന്തിയ സമയത്ത് അതിലൊക്കെ കയറ്റിയിരുത്തി. അപ്പോൾ വീടിന്റെ പകുതി പോയി, ബാക്ക് ഭാഗമൊക്കെ ഇങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇരുന്നോടത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു വെളിച്ചം വരുന്നത്. ആ വെളിച്ചം വന്നു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മിസ്സായിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അറിയുന്നത്. കുഞ്ഞിപ്പോട് എവിടെയാണ്? നിങ്ങളുടെ കൂടെ? വീട്ടിലുണ്ട്. അവനെ അറിഞ്ഞോ? എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ട്? ഇടയ്ക്കൊക്കെ ചോദിക്കും. വേറെ എങ്ങനെ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? അപ്പോൾ കസിന്റെ വീട്ടിലാണ്, പപ്പേന്റെ കസിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ ഇരുന്ന സ്ഥലത്തേക്ക് പിന്നെ പോയിരുന്നോ? ഇല്ല, ഞാൻ ബോഡി കിട്ടിയ ദിവസം പള്ളിയിലേക്ക് പോയി, പിന്നെ പോയിട്ടില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞത് നീതു തന്നെയാണ് എന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്? ജോജോ തന്നെയായിരുന്നു ഐഡന്റിഫൈ ചെയ്തത് അതോ? അല്ല, അവരുടെ ബ്രദറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഓർണമെന്റ്സിന്റെ ഇതൊക്കെ വെച്ചിട്ടാണ് അറിഞ്ഞത്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഏറ്റവും വേദനപ്പെടുത്തുന്ന കാര്യം, നീതു അവസാനമായി സംസാരിച്ചത്, പുറം ലോകത്തോട് സംസാരിച്ചത് മൂപ്പൻസ് ആശുപത്രിയുടെ ചുമതലയിലുള്ള ഡോക്ടർ ഷാനവാസ് കൈലുമായിട്ടാണ്. അദ്ദേഹവുമായി നീതു സംസാരിക്കുന്ന ശബ്ദമായിരുന്നു പുറം ലോകത്ത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മരണഭയം നിറയുന്ന വാക്കുകൾ, അതാണ് ഞങ്ങൾ എല്ലാവരും കേട്ടത്. ഏറെ വേദനപ്പെടുത്തുന്ന ഒരു ശബ്ദം. എന്താണ് നീതു അങ്ങനെ പെട്ടെന്ന് രാത്രി പുലർച്ചെ 1:30 താങ്കളെ ഫോണിൽ വിളിക്കുന്നത്? എന്തായിരുന്നു നിങ്ങൾക്കത് കേട്ടപ്പോഴുണ്ടായൊരു ഫീൽ? എന്തായിരുന്നു?
അന്ന് 29-ാം തീയതി ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷം തന്നെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ആ ഭാഗത്ത് ഈ പുത്തുമല പൊട്ടിയത് ഏകദേശം ഓഗസ്റ്റ് 8-നാണ്. ഞങ്ങളുടെ തന്നെ ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു പാതി ഉറക്കത്തില്ല. കാരണം ഞാൻ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്, അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോള് 1:30 വന്നപ്പോൾ തന്നെ ഫസ്റ്റ് റിംഗ് തന്നെ എനിക്ക് എടുക്കാൻ സാധിച്ചു. മറുതലക്ക് നീതു സഹായം, അതായത് നിലവിളിയായിരുന്നു. ഉടനെ വണ്ടി പറഞ്ഞയക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. നീതുവിനെ ഞാൻ ആശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് മാക്സിമം പോയ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ വണ്ടി അവിടെ എത്തിയിരിക്കും എന്നുള്ള പ്രോമിസ് കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അധികം ബാറ്ററി ചെലവാക്കണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക. അവിടെ എനിക്ക് ബഹളം കേൾക്കാൻ പറ്റും, മറ്റുള്ള കൂടുതൽ ആൾക്കാരൊക്കെ ബഹളം കേൾക്കാൻ പറ്റും. ചോദിച്ചു ബാക്കി ജോജോ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജോജോ ബാക്കി നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വെപ്രാളായതുകൊണ്ട് കൂടുതൽ സംസാരിച്ചില്ല. അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷൻ മേപ്പാടി വിളിച്ചു. അവിടെ ബിസിയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇറ്റ്സ് മാസീവ്, സംതിങ് എല്ലാവരും അറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. 100-ൽ വിളിച്ചു, അവിടെയും കൺട്രോൾ റൂം ട്രിവാൻഡ്രത്ത് സംസാരിച്ച അവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഫയർഫോഴ്സിന് വിളിച്ചു, ബിസിയാണ്. പിന്നീടാണ് ഞങ്ങളുടെ ആംബുലൻസ് ടീമിനെ ഓരോരുത്തരെ വിളിച്ചത്. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിരുന്നു. ഇതുവരെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയ ആംബുലൻസിന്റെ അടുത്തേക്കും അവിടെയുള്ള ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടപ്പോൾ അവിടെ ലൊക്കേഷൻ ഞങ്ങളുടെ സ്റ്റാഫിനെ പെർമിഷൻ എടുത്ത് നീതുവിനെ വിളിക്കാൻ പറഞ്ഞു. 4 മണി വരെ ഞങ്ങൾ നീതുവിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു മനുഷ്യൻ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു സമയമായി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തോന്നിപ്പോകുമല്ലേ. നീതുവിന്റെ ശേഷം വന്ന ഒരു പൊട്ടല് അത് ആരും പ്രതീക്ഷിച്ചില്ല. അതുവരെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു, ആളെത്തിയിരുന്നു. ഒരുപക്ഷെ ആ 4 മണിക്ക് മുമ്പേ ഒരു ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നീതുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന 4 മണിക്കുള്ള പൊട്ടലിന് മുമ്പ് ഞങ്ങൾ അടുത്തെത്തി ഞങ്ങളുടെ പോയ റെസ്ക്യൂ ടീമും ആ കൂട്ടത്ത് പോവുമായിരുന്നു. അതിന് മുമ്പ് അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ. കാരണം 4 മണിക്കുള്ളതിന് ശേഷം ആരും പിന്നെ വിളിച്ചിട്ടില്ല. അതുവരെ ഞങ്ങൾ ലൈവായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും. കുറേ പേരെ ഞങ്ങൾ സ്റ്റാഫ് 4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറേ പേര് 16ഓളം ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പേര് രക്ഷപ്പെടുത്താൻ പറ്റി, പക്ഷേ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മണ്ണടിയിലുണ്ട്. എന്തായാലും ആ നിസ്സഹായതയാണ് ഡോക്ടർ ഷാനവാസിന്റെയും നീതുവിന്റെയും ഭർത്താവിന്റെയും ഒക്കെ വാക്കുകളിൽ നിറയുന്നത്. വളരെ വൈകാരികമായ വാക്കുകൾക്ക് അതീതമാണ് അവർ അനുഭവിക്കുന്ന വേദന. അതിൽ നിന്ന് എപ്പോൾ മുക്തരാകുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഈ ഒരു നിസ്സഹായ അവസ്ഥ, ആ അവസ്ഥയിൽ ഇപ്പോഴും ജീവൻ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലർ ഈ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് അവർക്ക് വൈദ്യസഹായം ഈ ആശുപത്രിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.